തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ വൻ കവർച്ച. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് പരാതി നൽകി. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമാണ് നഷ്ടമായത്. 2 കോടി രൂപ വില വരുന്ന സ്വർണ്ണാഭരണം മോഷണം പോയി എന്നാണ് ലഭിക്കുന്ന വിവരം. സാരംഗ് സുധാകരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, എന്താണ് സംഭവിച്ചത്? എന്താണ് പരാതിയിൽ പറയുന്നത്? രഞ്ജിത്ത്, ഈ മോഷണം നടന്നിട്ട് അതായത് ഈ ഒരു കൊട്ടാരത്തിൽ നിന്നും 2 കോടി വിലമതിക്കുന്ന അമൂല്യ ആഭരണങ്ങളാണ് നഷ്ടമായിരിക്കുന്നത്. അതായത് ഈ ഒരു സ്വർണം എന്നതിലും അപ്പുറത്തേക്ക് നമുക്കറിയാം, കൊട്ടാരങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണത്തിന് മറ്റൊരു പ്രത്യേകത അമൂല്യമായിട്ടുള്ള, അതായത് പഴക്കം ചെന്നിട്ടുള്ള സ്വർണ്ണാഭരണങ്ങളാണ് അവിടെ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് 2 കോടി രൂപയിലധികം വില വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് അവിടെ നിന്ന് നഷ്ടമായിരിക്കുന്നത്. നവംബർ മാസത്തിലാണ് ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷേ കൊട്ടാരത്തിലെ മറ്റ് അംഗങ്ങളിൽ ആരെങ്കിലും ഈ ഒരു അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം അല്ലെങ്കിൽ ഈ ഒരു ആഭരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കൈമാറ്റം വന്നു പോയിട്ടുണ്ടോ എന്ന കാര്യം മനസ്സിലാകാത്തതുണ്ട്. ആ സമയത്ത് പിന്നീടുള്ള അന്വേഷണം, അതായത് കുടുംബാംഗങ്ങളിലേക്ക് അടക്കം അന്വേഷണം വ്യാപിക്കുകയായിരുന്നു. അങ്ങനെ ആ രീതിയിലൊന്നും സ്വർണ്ണാഭരണം ആരുടെയും കയ്യിലേക്ക് എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയതോടു കൂടിയാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പേരൂർക്കട പോലീസിലാണ് ഇപ്പോൾ ഈ കൊട്ടാരാംഗങ്ങൾ പരാതി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ, അതായത് ഈ ഒരു സ്വർണം നഷ്ടപ്പെട്ടത് നമുക്കറിയാം, ഇത് വലിയ സുരക്ഷാ മേഖലയാണ്. വലിയ രീതിയിലുള്ള പുറമെ നിന്നുള്ള ആൾക്കാർക്ക് അത്ര എളുപ്പത്തിൽ കയറി ചെല്ലാൻ കഴിയാത്ത രീതിയിലുള്ള കൊട്ടാരമാണ്. അതുകൊണ്ട് തന്നെ പുറമെ നിന്നുള്ള ഒരു മോഷണമാവാനുള്ള സാധ്യത കുറവാണ്. അകത്തു നിന്നുള്ള, അതായത് ഈ ഒരു കൊട്ടാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഈ ഒരു സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ച കാര്യങ്ങൾ അറിയാൻ കഴിയുന്ന ഒരാളായിരിക്കണം ഈ ഒരു മോഷണത്തിന് പിന്നിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടക്കത്തിൽ തന്നെ, അതായത് സ്വർണ്ണാഭരണങ്ങൾ കാണുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ പരാതി നൽകിയില്ല. കാരണം ഇത് വലിയ കുടുംബമാണ്. മാത്രമല്ല, ഇത് മാറ്റിവെച്ചിട്ടുണ്ടോ, അതായത് അവിടെ നിന്നും മറ്റ് അലമാരയിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ മാറ്റിവെച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്തതുകൊണ്ടായിരുന്നു ആ സമയത്ത് പരാതി നൽകാതിരുന്നത്. ഇപ്പോൾ എന്തായാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതായത് ഈ നമുക്കറിയാം, ഒരുപാട് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്, കുടുംബാംഗങ്ങളുണ്ട്, ജോലിക്കാരൊക്കെ നിരവധി ആളുകൾ കാണും, സ്വാഭാവികമാണ്. മോഷണം നടന്നിട്ട് കുറച്ച് നാളായി എന്നാണോ മനസ്സിലാക്കേണ്ടത് സാരംഗ്? ഒന്ന് പരിശോധിച്ച ശേഷം ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം പരാതി കൊടുത്താൽ മതിയെന്നായിരുന്നോ തീരുമാനം? നവംബറിലാണ് ഈ ഒരു കാണാനില്ല എന്ന രീതിയിലുള്ള ഒരു സംശയം ഒരു രാജകുടുംബം, അതായത് 3 മാസം അല്ലേ? 3 മാസമായി. തീർച്ചയായും. കാരണം അതിനുശേഷം ഈ ഒരു വലിയ കുടുംബമായതുകൊണ്ട് തന്നെ മറ്റാരുടെയും കയ്യിലേക്ക് ഇത് എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം വ്യക്തത ഇല്ലായിരുന്നു. പക്ഷെ ഇതിലടക്കം പോലീസിന്റെ ഇത്രയും മാസം കഴിഞ്ഞിട്ടാണ് പരാതി നൽകുന്നതടക്കം ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. വലിയ രീതിയിലുള്ള, അതായത് പഴക്കം ചെന്നിട്ടുള്ള പല ആഭരണങ്ങളുമാണ്. അതായത് അത്ര സ്ഥിരമായി ഉപയോഗിക്കാത്ത, അല്ലെങ്കിൽ ഒരു രാജവാഴ്ചയുടെ കാലത്തടക്കം കൈമാറി വന്നിട്ടുള്ള ആഭരണങ്ങളാണ് ഇപ്പോൾ നഷ്ടമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് പുരാവസ്തു മൂല്യമടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കണക്കാക്കിയതിലും അപ്പുറത്തേക്ക് ഇതിനൊരു വിലമതിപ്പ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. നവംബറിലാണ് ഇത് കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷേ ഇപ്പോഴാണ് പരാതി നൽകുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പോലീസിന്റെ അന്വേഷണം ഏത് രീതിയിൽ, അത് കുടുംബാംഗങ്ങളിലേക്ക് തന്നെയാണോ അന്വേഷണം എത്തുക എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഈ ഒരു മേഖല എന്ന് പറയുന്നത്, കവടിയാർ കൊട്ടാരം നമുക്ക് എല്ലാവർക്കും അറിയാം, അതീവ സുരക്ഷാ മേഖലയാണ്. നഗര മധ്യത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരമായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും അത്ര എളുപ്പത്തിൽ പുറമേ നിന്നുള്ളൊരു കള്ളന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അകത്തേക്ക് കയറിക്കൊണ്ട് ഈ ഒരു മോഷണം നടത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, കൊട്ടാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഈ പുരാവസ്തു തട്ടിപ്പ് സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്നടക്കം പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. കാരണം ഈ ഒരു കൊട്ടാരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മോഷണങ്ങളിൽ അങ്ങനെയുള്ള ഒരു സാധ്യതയും കൂടി നിലനിൽക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും 2 കോടിയിലധികം വിലമതിക്കുന്ന ആഭരണങ്ങൾ, അത് പുരാവസ്തു മൂല്യമുള്ളത് തന്നെയാണ്. കാരണം ഈ ഒരു കൊട്ടാരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു ആഭരണങ്ങളായതുകൊണ്ട് തന്നെ പല മോഡലിലുള്ള, അതായത് പല ഡിസൈനിലുള്ള പല ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്നതായിരുന്നു. എന്തുതന്നെയാലും ഇപ്പോൾ പേരൂർക്കട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, സാരംഗാണ് വിവരങ്ങൾ പങ്കുവച്ചത്.